കാർ മാനിയാക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ നോർമലി ഒരുപാട് കാറുകൾ ഞങ്ങളിപ്പം റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു കാറാണ് ഇന്ന് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതായത് ഡാഷ്ബോർഡിന്, അതായത് നമ്മളുടെ ഗ്ലൗ ബോക്സിന് പിൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ സീറ്റുകൾക്ക്, അതായത് പാസഞ്ചർ സീറ്റിനും ഡ്രൈവർ സീറ്റിനും നമുക്ക് മസാജിൻ്റെ സെറ്റപ്പുകൾ ചെയ്യാൻ പറ്റും. അതും ഒരു ഇലക്ട്രിക് കാറിലല്ലേ? യെസ്. ഞങ്ങൾ പറയാൻ പോകുന്ന ഒരു പ്രീമിയം ഇലക്ട്രിക് കാറാണ്. ഞങ്ങൾ ഇത് മുന്നേ ടെസ്ല ചെയ്തിരുന്നു, പക്ഷേ ടെസ്ലയെക്കാളും ഞങ്ങൾക്ക് പ്രീമിയം ആയിട്ട് തോന്നിയ ഒരു കാറാണ്. അത് വേറെ ഒന്നുമല്ല, Zeekr 001. Zeekrനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, Zeekr എവിടെ നിന്നാണ് നിങ്ങൾ പെട്ടെന്ന് മേ ബി യു വിൽ സർപ്രൈസ്ഡ്. Zeekr എന്ന് വെച്ചാൽ ഒരു ബ്രാൻഡ്, ഇറ്റ്സ് എ ചൈന ബ്രാൻഡ്, ചൈനീസ് ബ്രാൻഡാണ്. പക്ഷേ ചൈനീസ് ബ്രാൻഡ് ആണെങ്കിലും പക്ഷേ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, മെയ്ഡ് ക്വാളിറ്റി, പിന്നെ അതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് ഒക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അത്രത്തോളം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു കാറാണ്. അത്രത്തോളം പറയാനും ഉണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അർഷദ്, can you explain what are the features and what are the spec of Zeekr? What is the Zeekr brand? Zeekr എന്ന ബ്രാൻഡ് ഈ കാണാം, ഇതാണ് Zeekrന്റെ ബ്രാൻഡ് അല്ലെങ്കിൽ ലോഗോ എന്ന് പറയുന്നത്. സോ Zeekr എന്ന് പറയുന്നത് ഒരു ചൈനീസ് ബ്രാൻഡാണ്. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്നു. Zeekr എന്ന കാർ വന്നത് ജീലി ഓട്ടോമൊബൈൽസ്, നിങ്ങൾ പേരിട്ട ഒരു ബ്രാൻഡാണ്. ചൈനയുടെ പേരിട്ട ബ്രാൻഡായ ജീലി മോട്ടോഴ്സ് അല്ലെങ്കിൽ ജീലി ഓട്ടോമൊബൈൽസ് എന്നാണ്. അവരുടെ സബ്സിഡറി പ്രീമിയം ഇലക്ട്രിക് മാനുഫാക്ചറാണ് ഈ Zeekr എന്ന് പറയുന്നത്. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ Zeekrന്റെ 2 മോഡൽസ് അവൈലബിൾ ആണ്, 001 അല്ലെങ്കിൽ 001 ആൻഡ് Zeekr X. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നേക്കുന്നത് Zeekr 001 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് Zeekr എന്ന കാർ. ഈ Zeekr എന്ന കാർ വന്ന് ഒരു 2 ഇയേഴ്സ് മുന്നെയാണ് Zeekr ഖത്തറിൽ ലോഞ്ച് ആയത്. അത് മാത്രമല്ല, ഖത്തറിൽ ഒരുപാട് ചൈന ബ്രാൻഡ്സ് ഉണ്ട്. ഖത്തറിൽ എനിക്ക് മനസ്സിലായി മുസമിലെ ഒരു നെക്സ്റ്റ് 5-10 ഇയേഴ്സ് ആകുമ്പോഴല്ലോ ഈ ചൈന കാറിന്റെ ഒരു അതിപ്രസരം തന്നെ ആയിരിക്കും. അതെ, കാരണം ഒട്ടുമിക്ക ഫീച്ചേഴ്സും അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അവർ എല്ലാവരും അത് ചൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫ്രണ്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പോർഷ സെറ്റപ്പ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇതിന്റെ ഒരു വണ്ടി കണ്ടതിൽ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു പോർഷ പാനമേര മോഡലുണ്ട്, ഒരു മിഡ് സൈസ് ക്രോസ് ഓവർ SUV ടൈപ്പ് കാറാണ്. ഇത് സെഡാനും അല്ല, എന്നാൽ SUV അല്ല. അതെ, അതൊരു ക്രോസ് ഓവർ SUV ടൈപ്പ്. അത് പെട്ടെന്ന് സൈഡ് പ്രൊഫൈൽ നമ്മൾ കഴിഞ്ഞാൽ ഒരു പാനമേര സെറ്റപ്പാണ്. അത്രയും നല്ല പക്കായിട്ട് ഡിസൈൻ ചെയ്ത ഒരു കാർ തന്നെയാണിത്. അപ്പോൾ നമ്മൾ കാറിന്റെ ഫ്രണ്ട് വ്യൂ ജസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാം. യെസ്. അപ്പോൾ ഈ കാറിന്റെ മുൻവശത്ത് കാണാൻ പറ്റും ഈ രണ്ട് ലൈറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇതൊരു 64 LEDs കമ്പൈൻഡ് ആയിട്ടുള്ള LED ലാംപ്സ് ആണ്. ഇതിനകത്ത് ഇൻഡിക്കേറ്റർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 4 പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ സെൻസേഴ്സ് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സെൻസറും പിന്നെ അതുപോലെ തന്നെ വണ്ടി മോണിറ്റർ ചെയ്യുന്ന ഒരു ഡിവൈസും കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രില്ലും കാണാൻ പറ്റും. ഇതൊരു ഇലക്ട്രിക് കാർ ആണെങ്കിലും ഒരു ഗ്രിൽ സെറ്റപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും അതേ കൂട്ട് ഈ സൈഡ് പ്രൊഫൈൽ വരുമ്പോൾ തന്നെ സെയിം സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് നല്ല അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പോക്കി അലോയ് വീൽസ് 21 അല്ലെങ്കിൽ 22 ഇഞ്ച് അലോയ് വീൽ ഈ വണ്ടിക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്പോക്കി ടൈപ്പ് സാധനമാണ്. ഇവിടെ ഒരു ക്യാമറ കാണാം. ഈ ക്യാമറ സെറ്റപ്പ് when the car indicator is turned on to left side, ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. അപ്പോൾ ഡ്രൈവറിന് ഒരു കംപ്ലീറ്റ്ലി വിഷ്വൽ വ്യൂ കൊടുക്കുന്ന ഒരു ക്യാമറ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊരു ക്യാമറ ഉണ്ട്. സൈഡ് പ്രൊഫൈൽ നമ്മൾ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങ് വരുമ്പോൾ ഈ വശങ്ങളായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഡോറിൻ്റെ ഹാൻഡിൽ കാണാൻ പറ്റും. അതും ജസ്റ്റ് ഒരു 1 ടച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോകുന്ന ടൈപ്പ് ഡോഴ്സാണ്. അപ്പോൾ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ആവും. അപ്പോൾ മുസമ്മിൽ നമ്മളിപ്പോൾ ഈ കാർ ചാർജിങ്ങിലാണല്ലേ? അപ്പോൾ നമ്മൾ അത്യാവശ്യം ചാർജ് ഉണ്ട്, എന്നാലും നമ്മൾ ഡിസ്ട്രാക്ഷൻ ആക്കാത്തതെന്ന് വെച്ചാൽ ഒരാൾ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഡിസ്ട്രാക്ഷൻ ആക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. യെസ്. അപ്പോൾ നമ്മൾ കാർ ഇപ്പം ചാർജിങ്ങിലാണ്. അപ്പോൾ നമ്മളൊരു പിൻവശങ്ങളിലേക്ക് വരാം. നമ്മൾ സൈഡ് പ്രൊഫൈൽ കണ്ടു. അപ്പം നമ്മൾ ഇതിൻ്റെ പുറകിലോട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ആക്ച്വൽ ഒരു എയറോ ഡൈനാമിക് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് Zeekr അവകാശപ്പെടുന്നത് 0.23 ഡ്രാഗ് കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള വെഹിക്കിളാണ്. അത്രയും സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻഡ് ആയതുകൊണ്ടും നല്ല സ്പീഡിൽ ഇവർക്ക് നല്ല പവർ, ഇനീഷ്യൽ പവർ എന്ന് പറയുന്നത് ഭയങ്കര, അതായത് 0 to 100 അച്ചീവ് ചെയ്യാൻ ജസ്റ്റ് 3.2 സെക്കൻഡ്സ് മതി. അപ്പോൾ അത് അത്രത്തോളം ഡ്രാഗ് കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള കാറാണ്. പിന്നെ നമ്മൾ അത് പറഞ്ഞു, നമ്മൾ പുറകു വശം വരുമ്പോൾ ഇത്രയും വലിയൊരു ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഈ എൻഡ് മുതൽ എനിക്ക് കുറച്ചും കൂടി എനിക്കിത് ഈ ബാഡ്ജിങ് കൊടുത്തേക്കുന്ന, അതായത് ഇത് രാത്രി നമുക്ക് ലൈറ്റ് ഇവിടെ വിസിബിൾ ആവും. അതോടൊപ്പം തന്നെ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോഴാണെങ്കിലും നമുക്ക് റിയർ ഫോഗ് ലാമ്പും
ഇതിനകത്ത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ലെങ്ത് എത്രയാണെന്ന് അറിയാമോ? 1.47 മീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. സ്ട്രെച്ച് ചെയ്താണ് ടെയിൽ ലാമ്പ് കൊടുത്തേക്കുന്നത്, റിയൽ ലാമ്പ്. പിന്നെ തൊട്ട് താഴെ തന്നെ ഒരു ബാഡ്ജിങ് 001 കാണാം, ബാഡ്ജിങ് കാണാം. പിന്നെ അതിന്റെ ഇവിടെ ഒരു ക്യാമറ കാണാം, ഇവിടെയും ക്യാമറ ഉണ്ട്. അതോടൊപ്പം പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. മുകളിലും ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്, മുകളിലത്തെ കറക്റ്റ് വിഷൻ, ബാക്ക് വിഷൻ കിട്ടാൻ വേണ്ടി. അതെ, അപ്പോൾ ഒട്ടനവധി ക്യാമറകളും സെൻസേഴ്സും ആണ് ഇതിനകത്ത് ഉള്ളത്, വാഹനം നോക്കി തരുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ പുറകില് ഒരു സ്പെക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ഇന്റേണൽ ഫീച്ചേഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള എന്തൊക്കെ സ്പെക്കാണ് ഇതിനകത്ത് ഉള്ളതെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഇതിൻ്റെ സൈഡ് ഡോറിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ എവിടത്തെ അല്ല, നമ്മളിരിക്കുന്ന ഭാഗത്തിൻ്റെ ഫ്രണ്ട് സീറ്റിലെ ആൾക്കാരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സീറ്റ് മുകളിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പൊക്കുകയും താക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീച്ചർ ഒരു കാറിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലേ, ഈ ഒരു ഫീച്ചർ. അതായത് ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ഫ്രണ്ടിലത്തെ, അതായത് പാസഞ്ചർ സീറ്റിലെ ആൾക്കാരുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതൊരു പ്രത്യേക ഒരു കിടിലം ഫീച്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ ഡോറിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യമഹയുടെ സ്പീക്കറുള്ള ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അതൊരു ഭയങ്കര ഒരു അട്രാക്റ്റീവ്. യമഹയുടെ സ്പീക്കർ അങ്ങനെ നോർമലി കാറുകൾക്ക് കൊടുക്കാറില്ല. മുസമ്മിൽ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു, ഈ ഒരു ടെക്സ്ചർ, അതായത് ഈ ബോഡിയുടെ കളർ കോമ്പിനേഷൻ ഡബിൾ ടോൺ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പോളാർ ബ്ലൂ പ്ലസ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റിച്ചിങ് കൊടുത്തേക്കുന്നതും ഭയങ്കര ഒരു എലഗന്റ് ഫീലിംഗ് എനിക്ക്. പിന്നെ ഈ ഒരു ടെക്സ്ചർ എല്ലാ ഡോറുകളിലും, അതായത് ഡാഷ് ബോർഡിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു നമുക്കൊരു പ്രീമിയം ഫീൽ കിട്ടാൻ വേണ്ടി തന്നെയാണ് അവർ കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് യമഹയുടെ സ്പീക്കർ ഇവിടെ എനിക്ക് തോന്നുന്നു താഴെയും കൊടുത്തിട്ടുണ്ട്, അതായത് മുകൾ ഭാഗത്തും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രെയിംലെസ് ഡോർ, ഒരു സ്പോട്ടി അപ്പീലിംഗ് ലുക്ക് ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മൾ റിയർ സൈഡിൽ പോവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ റിയറിൽ മുസമ്മിലിന്റെ ഒരു അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള പേഴ്സൺ ആണ്, അത്യാവശ്യം നല്ല ലെഗ്. അതോടൊപ്പം തന്നെ എനിക്ക് തൈ സപ്പോർട്ട് എനിക്ക് പക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടെ തന്നെ ഹെഡ് ക്ലിയറൻസും അടിപൊളിയാണ്. ഇതെന്ന് പറയുന്ന ഒരു ഫുൾ പനോരമയ്ക്ക വ്യൂ ഉള്ള ഒരു സൺറൂഫ്. നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അതെ, നോർമലി നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിൽ ഒരു അഡീഷണൽ ഫംഗ്ഷൻ ഫീച്ചർ പറയണമെന്ന് വെച്ചാൽ, ഇപ്പം മുസമ്മിലിന് സീറ്റ് റിക്ലൈൻ ചെയ്യണം, മുസമ്മിലിന് സെൽഫ് ചെയ്യേണ്ട, ഡ്രൈവർ അവിടെ നിന്നുകൊണ്ട് ഈ സീറ്റ് റിക്ലൈൻ ചെയ്യാൻ പറ്റും, പിന്നെ അൺഫോൾഡ് ചെയ്യാൻ പറ്റും. അതായത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലൂടെ അത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ എല്ലാ സംഭവം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു മെറ്റാലിക് എലമെന്റ് കൊടുത്തത് അത്യാവശ്യം നല്ല രസമുണ്ട്. പിന്നെ ഒരു പൗച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ ചെറിയൊരു കപ്പ് നിൽക്കത്തില്ല, എന്നാലും ചില മൊബൈൽ ഫോണും അതൊക്കെ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ സെന്ററിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാനും നമ്മളുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് ലൈറ്റ്, അതായത് നമ്മുടെ സൈഡ് ലൈറ്റൊക്കെ നമുക്ക് ബാക്കിലത്തെ നമുക്ക് ഓപ്പൺ ആക്കാനും ഒക്കെ പറ്റുന്ന, അതോടൊപ്പം തന്നെ നമുക്ക് പാട്ടിൻ്റെ ശബ്ദം വോളിയം ഒക്കെ കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് അഡീഷണൽ പറയാനുള്ളത്, നമുക്ക് ഇത് 2 സോണാക്കി ഇവർ തിരിച്ചിട്ടുണ്ട്. അതായത് ബാക്ക് സോണും അതായത് ഫ്രണ്ട് സോണും റിയർ സോണും എന്ന് പറയുന്നത്. ആ സോണുകൾക്ക് നമുക്ക് ടെക്സ്റ്റ് കളർ കൊടുക്കാൻ പറ്റും, ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ. അതൊരു കിടിലം ഫീച്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലെ ഒരു കാര്യങ്ങളൊക്കെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഇതിൻ്റെ കീ. ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാണ് ഈ സീക്കറിന്റെ സ്ക്വയർ ടൈപ്പ് ആണ് ഇത് യഥാർത്ഥത്തിൽ. അതെ, ഒരു സ്ക്വയർ ടൈപ്പ്, നല്ല അടിപൊളി ഡിസൈനിലാണ്. ഇതിനകത്തെന്ന് പറയുന്നത് നമുക്ക് അൺലോക്ക് ആക്കാം, ലോക്ക് ആക്കാം, ഡിക്കി ഓപ്പൺ ആക്കാം, അതുപോലെ പാർക്കിംഗ് മോഡിലാക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഈ സ്കീയുമായിട്ട് നമ്മൾ വണ്ടി അടുത്ത് വന്നാൽ തന്നെയും അതിന്റെ ബാഡ്ജിങ് നമുക്ക് താഴെയായിട്ട് ലൈറ്റിൽ കാണിക്കുകയും അതോടൊപ്പം തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓൺ ആവുകയും ചെയ്യും. അതൊരു ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഇനി ഇതിൻ്റെ ഈ ഇൻറ്റീരിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എങ്ങനെയാണ് ഇത് യൂസ് ആക്കേണ്ടത്, എന്തൊക്കെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും. ഇത് നമുക്ക് സ്റ്റിയറിംഗ് ആണ്. ഇതൊരു ഏത് കാറുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതെനിക്കൊരു ലാംബോർഗിനി ഫെറാറി ടൈപ്പ് സ്റ്റിയറിംഗ്, അത്രയും പ്രീമിയം ആണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അത് സ്റ്റിച്ചറായിട്ടുള്ള ലെതർ കോട്ടിംഗ് ഉള്ള ലെതർ സ്റ്റിച്ച്ഡ് സ്റ്റിയറിംഗ് തന്നെയാണ് ഇത് പറയാൻ പറ്റുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് ഈ രണ്ട് ഭാഗങ്ങളിൽ ഫെദർ ടച്ച് ആയിട്ടുള്ള കൺട്രോൾസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ മൈക്രോഫോൺ ഉണ്ട്, വോളിയം അപ്പ് ഡൗൺ, പിന്നെ അതുപോലെ തന്നെ മറ്റ് കൺട്രോൾസിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 17.1 ഇഞ്ച് LED സ്ക്രീനാണ്. ഇതൊരു 8 ഇഞ്ച് സ്ക്രീനാണ്. അതുപോലെ തന്നെ ഇതിൽ ഒട്ടുമിക്ക കാറിൻ്റെ ഡീറ്റെയിൽസ്, അതായത് എത്ര ഡിസ്റ്റൻസ് കാർ പോകും, എത്ര കവർ ചെയ്തു, എത്ര റേഞ്ച് ഉണ്ട്, ഇപ്പം കാർ ഏത് മോഡിലാണ്, മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും.
ഓക്കെ. ഇതിനകത്ത് തന്നെ ഇതിൽ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ പോർഷനിലാണ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നത്. അത് ഡ്രൈവറിന് മാത്രം കാണാൻ പറ്റുന്ന ഡിസ്പ്ലേ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്. ഈ വശങ്ങൾ മുന്നോട്ട് വരുന്ന കഴിയുമ്പോൾ ഇവിടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഈ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ഇവിടെ ഒരുപാട് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ലൈക്ക് 12 എയർ ബാഗ്സ് ഉള്ള ഒരു കാറാണ്. ഇതിൻ്റെ ഇതൊരു ക്ലോത്ത് ടെക്സ്ചറാണ്. നമ്മൾ പറഞ്ഞത് ഇതൊരു പോളാർ വൈറ്റും പിന്നെ മിഡ് നൈറ്റ് ബ്ലൂ കലർന്ന് വരുന്ന ഒരു മിക്സർ ഇൻറ്റീരിയറാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ LED സ്ട്രിപ്പുകൾ നമുക്ക് മുസമ്മിൽ നേരത്തെ പറഞ്ഞ ഈ കളർ ടോൺ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ എനിക്കൊരു 10-12 കളേഴ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്നെക്കാളേറെ നന്നായിട്ട് പറയുന്ന മുസമ്മിൽ. കാരണം മുസമ്മിലാണ് ഈ എൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഇരുന്ന് സ്റ്റഡി ചെയ്യുന്നത്. പിന്നെ അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇവിടെ ഒരു റിയർ ഫോഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ഒരു നമ്മളെ ഹസാർഡ് വാർണിംഗ് ലൈറ്റ്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളതും. പിന്നെ ഇതാണ് മുസമ്മിൽ നേരത്തെ പറഞ്ഞ ഇതൊരു 1 ടച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൗ ബോക്സ് ഓപ്പൺ ആവും. ഓക്കെ. അതിന് പിന്നെ നമുക്ക് ഈ സ്ക്രീൻ വഴിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിലുള്ള ഒരു വേറെ ഫീച്ചർ നമ്മളെ ഒരു എനിക്ക് തോന്നുന്നു 16 വോൾട്ട് വയർലെസ് ചാർജിങ് യൂണിറ്റ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കുഞ്ഞ് ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നത്. അതൊരു നല്ല രസത്തിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് നമുക്ക് വോളിയം കുറയ്ക്കാനും കൂട്ടാനും 2 കപ്പ് ഹോൾഡേഴ്സും പിന്നെ നെക്സ്റ്റും ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രസ് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അതിനകത്തും ഒരു USB പോർട്ട് ഉണ്ട്, 2 USB പോർട്ട് ഉണ്ട്, C ടൈപ്പും ഉണ്ട്, ഒരു നോർമലും ഉണ്ട്. 2 C ടൈപ്പ് ആണ്. ഓക്കെ. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ അല്ലെങ്കിൽ 180 വാട്ടിൻ്റെ ഒരു പവർ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുള്ളത്. ഈ സീറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല മികച്ച സീറ്റാണ് കൊടുത്തേക്കുന്നത്. ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോഴും അത്യാവശ്യം പ്രീമിയം ലുക്ക് തരുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഞാൻ മുസമ്മിലോട് കൊടുക്കുകയാണ്. മുസമ്മിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ്ലി കാര്യങ്ങൾ പറയാൻ പോകുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യമാണ് ഞാൻ മുസമ്മിൽ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഈ ക്യാമറ എന്താണ്? ഈ ക്യാമറ നമുക്ക് അകത്തുള്ള ആൾക്കാരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ക്യാപ്ചർ ചെയ്യാനുള്ള, അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു സെറ്റപ്പ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നമ്മൾ ഇപ്പോൾ ഉറങ്ങിപ്പോയോ അല്ലെങ്കിൽ നമ്മളൊരു ഡിസ്ട്രാക്ഷൻ വരികയൊക്കെ ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് അലേർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോയോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ നമുക്ക് അലേർട്ടാക്കി തരും ഇത് വണ്ടി. അതിനുവേണ്ടിയാണ് ഈ ഒരു ക്യാമറ നമ്മളെ മൊത്തത്തിൽ അവർ സ്ക്രീൻ ചെയ്തിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യും. അതാണ് ഈ ഒരു ക്യാമറ അവർ നൽകിയിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി നമുക്കൊന്ന് ബാക്കി നോക്കാം. ഇതിനകത്ത് ടോട്ടലി ഒരു 10-12ഓളം ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്തെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ സീറ്റാണ്. സീറ്റിനകത്ത് ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് സീറ്റ് മസാജ് ചെയ്യാൻ പറ്റും. അത് ഡ്രൈവറും പാസഞ്ചർ സീറ്റിനകത്തും നമുക്ക് ഒരേപോലെ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും. മസാജ് ഒറ്റ മോഡേ ഉള്ളൂ, അത് ഡിഫറെന്റ് അല്ല, ഒരു 4 മോഡോളം ഉണ്ട്. വേവ്സ്, റിലാക്സിങ്, റിഫ്രഷ്, എനർജറ്റിക്, അങ്ങനെ ഉണ്ട്. ഞാൻ സ്പീഡ് എന്ന് പറഞ്ഞു. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് നമുക്ക് ഫ്രണ്ട് സീറ്റും അതുപോലെ തന്നെ ബാക്ക് സീറ്റും എല്ലാം, അതായത് സീറ്റ്, ബാക്ക് റെസ്റ്റ്, കുഷൻ, അങ്ങനെ ഓരോന്ന്, അതായത് ലംബർ എല്ലാം ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനകത്തൂടെ ഈ സ്ക്രീനിൽ കൂടി തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ റിയർ റോയിലെയും ആൾക്കാരുടെ സീറ്റുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ വരുന്ന ലൈറ്റാണ്. ലൈറ്റ് നമുക്ക് 2 രീതിയിൽ നമുക്ക് തിരിച്ചിട്ടുണ്ട്. അതായത് ഫ്രണ്ട് സോണെന്നും റിയർ സോണെന്നും. അത് നമുക്ക് ഒരേപോലെ തന്നെ സിങ്ക്രണൈസ് രീതിയിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ കളർ നമുക്ക് എല്ലാം മൊത്തത്തിൽ ടോട്ടൽ സൈഡിലൊക്കെ മാറുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ യെല്ലോ ആകും. അപ്പോൾ എന്ത് കൊടുത്താലും, ഏത് ലൈറ്റ് കൊടുത്താലും നമുക്ക് വേണമെങ്കിൽ 2 സോണിലും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് ലൈറ്റിൻ്റെ സെക്ഷൻ വരുന്നത്. മൂന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡോർ ആൻഡ് വിൻഡോസ് ആണ്. നമുക്ക് അറ്റ് എ ടൈം തന്നെ എല്ലാ ഡോറിൻ്റെയും ഗ്ലാസ് മൊത്തം ടോട്ടൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരേ ടൈം ക്ലോസ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വെന്റിലേറ്റർ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റും. അതും ഈ ഒരു വിൻഡോസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ ഒരു വിൻഡോസ് ആണ് നിങ്ങൾ ഓപ്പൺ ആൾ വിൻഡോ, ക്ലോസ് ആൾ വിൻഡോ, വെന്റിലേഷൻ മോഡ് അങ്ങനെ കൊടുക്കാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് ചാർജിങ് ആണ്. ചാർജിങ് വരുമ്പോഴത്തേക്കും നമുക്ക് എത്ര പെർസെൻറ്റേജ് ഇനി ഉണ്ട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് മോഡുണ്ട്, ഡൈനാമിക് മോഡുണ്ട്. ഇപ്പം സ്റ്റാൻഡേർഡ് മോഡിനകത്ത് കൊടുത്തേക്കുന്നത് വെച്ചാൽ സ്റ്റാൻഡേർഡ് മോഡ് ഡിസ്പ്ലേ എസ്റ്റിമേറ്റഡ് റേഞ്ച് അക്കോർഡിംഗ് ടു നാഷണൽ, ഇനി എത്ര ഓടും അത് കറൻ്റ്ലി ആ ഒരു പവർ വെച്ച് ആ ഒരു ചാർജിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് എത്ര ഓടും എന്നാണ്. ഡൈനാമിക് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറൻ്റ്ലി ഓടിച്ചുകൊണ്ട് വന്ന ഒരു സിറ്റുവേഷനിൽ ഇനി അതിൻ്റെ ബാലൻസ് എങ്ങനെ ഓടും, നമ്മൾ ഡ്രൈവിംഗ് ചെയ്തതിൻ്റെ ഇത് വെച്ചിട്ടാണ്. ഇത് ഓട്ടോമാറ്റിക്കലി അത് ട്രാക്ക് ചെയ്തിട്ടാണ് അത് അവർ പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഡ്രൈവിംഗ് ആണ്. ഡ്രൈവിങ്ങിനകത്ത് നമുക്ക് ടയർ പ്രഷറും അതുപോലെ തന്നെ നമുക്ക് 1 പെഡൽ ടച്ചിൻ്റെ രീതിയിൽ, അതായത് നമ്മൾ കാല് എടുത്താൽ തന്നെയും
ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ആകുന്ന ഒരു സെറ്റപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് സ്റ്റാൻഡേർഡും ഹൈ ലെവലിൽ നമുക്ക് എനർജി റീജനറേഷൻ ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ സീക്കർ AD, അതായത് നമുക്ക് ഒരുപാട് എന്താണ് അഡാപ്റ്റീവ് ഡ്രൈവിംഗ് കൺട്രോൾ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ലൈൻ കീപ്പിംഗ് അസിസ്റ്റ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും, ഫ്രണ്ട് കൊളീഷൻ മിറ്റിഗേഷൻ കൊണ്ടുവരാൻ പറ്റും, റിയർ കൊളീഷൻ മിറ്റിഗേഷൻ, അങ്ങനെ ഒരു കുറേ, അതായത് ഒരു 7-8ഓളം എന്താണ് ഒരു ഡ്രൈവിംഗ് ഫീച്ചേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മുസഫിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഡ്രൈവർ എപ്പോഴും ഡ്രൈവറിനെ മോണിറ്റർ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. എപ്പോഴും നമ്മളെ മോണിറ്റർ, നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അങ്ങോട്ട് ഡിസ്ട്രാക്ട് ആക്കി കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് അലേർട്ട് ആയി എന്നിട്ട് പറയും നമ്മളത്ത് ബ്രേക്ക് എടുക്കാൻ പറയും, അല്ലെങ്കിൽ ഡ്രൈവിംഗിലോട്ട് അലേർട്ട് ആക്കാൻ പറയും. അങ്ങനത്തെ സേഫ്റ്റി ഫീച്ചർ ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലോ ബോക്സിന്റെ പിൻ പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. പിൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അതായത് ഈ ഗ്ലോ ബോക്സിന് നമുക്ക് പിൻ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു കാറിനകത്ത് ഞാൻ ഫീച്ചറായിട്ട് ഞാൻ കാണുന്നത്. അതെ. പിന്നെ സൗണ്ട് ആൻഡ് നോട്ടിഫിക്കേഷൻ, ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക്കലി യമഹയുടെ ഇതാണ്, അതായത് സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിനകത്ത് നമുക്ക് തിയേറ്റർ മോഡിലും അതുപോലെ തന്നെ ജാസ് ക്ലബ് മോഡിലും നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നുള്ളതെന്ന് വെച്ചാൽ സൗണ്ട് ഫിൽ ഒപ്റ്റിമൈസേഷൻ. ഇതിനകത്ത് ഒരു ഫീച്ചറാണ് സീക്കർ. ഹലോ സീക്കർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഹായ് സീക്കർ, ഗുഡ് ആഫ്റ്റർനൂൺ, അതാണ് സീക്കറെ നമുക്ക് വോയിസ് കമാൻഡ് ചെയ്യാം. അതായത് നമ്മൾ നോർമലി ഐഫോണിനകത്ത് സിറി എന്നൊക്കെ വിളിക്കുന്ന പോലെ, ഇപ്പം ഗൂഗിൾ അസിസ്റ്റിനകത്ത് ഹേ ഗൂഗിൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് സീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസിസ്റ്റ് ചെയ്യും. അതൊരു പ്രത്യേക ഒരു ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതോടൊപ്പം തന്നെ വെഹിക്കിൾ സ്പീഡ് വോളിയം കൺസെപ്റ്റ്, അതായത് പുറത്തുള്ള വോളിയം നമുക്ക് അകത്ത് കേൾക്കണം, നോയിസ് ക്യാൻസലേഷൻ സെറ്റപ്പ് കൊടുക്കാൻ പറ്റും. പിന്നെ നോട്ടിഫിക്കേഷൻ വോളിയം, ഇൻകമിംഗ് കോൾ, അങ്ങനെ മീഡിയ, റിംഗ് ടോൺ ഫോൺ എല്ലാം മൊത്തത്തിൽ അത് കൊടുക്കാൻ പറ്റും. അടുത്തത് വോയിസിനകത്താണ് ഞാൻ പറഞ്ഞ സീക്കറിന്റെ 2 വേർഷൻ ഉണ്ട്, ഒന്ന് മെയിൽ വേർഷനും ഉണ്ട്, ഫീമെയിൽ വേർഷനും ഉണ്ട്. ഇതിപ്പം 2ാമത്തെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് അസിസ്റ്റന്റ്. ഇത് പുതിയൊരു കമ്മിങ് സൂൺ എന്ന രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് വരുമ്പോഴത്തേക്കും ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ഡാർക്ക്, ലൈറ്റ്, ഓട്ടോമാറ്റിക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം റേഞ്ച് കഴിയുമ്പോഴത്തേക്കും അത് നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്കും ആ ഒരു രീതിയിലേക്ക് അത് കൺവേർട്ട് ആയി 15.4 ഇഞ്ച് ഇൻസ്ട്രുമെന്റ് സ്ക്രീൻ ആണല്ലേ. പിന്നെ ഇതിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ സംവെയർ അറൗണ്ട് 8.9 ആണ്. അപ്പം തന്നെ സീക്കർ ലാബ് എന്ന് പറയുന്നൊരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഞാനിപ്പം തിയേറ്റർ മോഡ്, നമുക്ക് ഈ കാർ സീക്കർ 001 നമുക്കൊരു തിയേറ്റർ ആക്കണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും രണ്ട് പേരെയും കണ്ടോ അതൊരു കിടിലൻ ഫീച്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ ടെസ്ല പോലെ തന്നെയാണ് ഇതിന്റെ നമുക്ക് AC വെന്റിലേഷൻ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അവകാശപ്പെടുന്നത് ഇതിനകത്ത് ഒരു N95 HVAC സിസ്റ്റമാണ് ഇതിനകത്ത് AC കൊടുത്തേക്കുന്നത്. അതായത് അത്യാവശ്യം ഫിൽട്രേഷൻ ഉള്ള ഒരു AC സിസ്റ്റം, അൺവാണ്ടഡ് സ്മെൽസുകളും, അതായത് ഇതിനകത്ത് ഒരു ആനിമൽസിനെ പെറ്റ്സിനെ കൊണ്ടുവന്നിട്ട് അതിന്റെ സ്മെല്ലുണ്ട്, അതിനെ ഫിൽട്ടർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വേറെ ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഹ്യൂമൻ, അതായത് നമുക്കൊരു ഒരു അലേർട്ട് ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ജീവനുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അലേർട്ട് ചെയ്യും. ഇപ്പൊ കുഞ്ഞുങ്ങൾ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് പോവാണെങ്കിൽ പെട്ടെന്ന് ഇത് നമ്മളെ ഇൻഡിക്കേഷൻ ചെയ്യും, ഓപ്പൺ ആക്കി ചെയ്യും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആപ്പിൾ കാർപ്ലേ, ബ്ലൂടൂത്ത്, ക്യാമറ ഇതാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാമറ ഇതാണ്. നമുക്കിത് ഇതാണ് ഇതിന്റെ ടോപ്പിലാണ് ക്യാമറ. നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ടൈം ലാപ്സ് എടുക്കാം, ഇന്റർവെൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ക്യാമറ ഒരു കാര്യം 128 GB മെമ്മറി ഉണ്ട്, ഇതൊക്കെ സേവ് ആക്കാൻ പറ്റും. പിന്നെ ഗാലറി, നമ്മൾ പ്രീവിയസ്ലി ഞങ്ങൾ പോയപ്പോൾ എടുത്ത ഫോട്ടോസും ഒക്കെ ഉണ്ട്. പിന്നെ മ്യൂസിക് ലൈറ്റ് ഷോ ഉണ്ട്. ഇത് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പെർമിഷൻ തന്നിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ് മൊബൈൽ വഴിയാണ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ മൈക്കാർ അതിനകത്താണ് നമുക്ക് ടയർ പ്രഷർ എത്രയാണ്, ടയർ ഓപ്ഷൻ, കാർ സർവീസിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റാറ്റിക്സ് ആയിട്ടുള്ള രീതിയിൽ ഇതൊരു ECG പോകുന്ന രീതിയിലാണ് ഇതിന്റെ കൺസെപ്ഷൻ ഹിസ്റ്ററി കൊടുത്തിരിക്കുന്നത്. എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ട്രിപ്പ് ഡേറ്റ, നമ്മൾ എവിടെയൊക്കെ പോയി, എത്ര സമയം സ്പെൻഡ് ചെയ്തു, ട്രിപ്പ് ഡിസ്റ്റൻസ് എത്രയാണ്, ആവറേജ് സ്പീഡ് എത്രയാണ്, ഇതെല്ലാം അത് നമുക്ക് പ്രോപ്പർലി ഇങ്ങനെ കാണിച്ചു തരും. അതെ. മുകളിൽ നിന്ന് വലിക്കുമ്പോൾ ഡ്രൈവ് മോഡ് ഉണ്ട്, സ്പോർട്ട്, കംഫോർട്ട്, സ്നോ, എക്കോ, കസ്റ്റമൈസ്ഡ്, ഓഫ് റോഡ്, സാൻഡ്, ഇങ്ങനെ ഉണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. പിന്നെ ബ്രൈറ്റ്നസിന്റെ, പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞത് ഡ്രൈവിംഗ് മോണിറ്ററിംഗ്, ലൈൻ കീപ്പ് അസിസ്റ്റും. ഇത് രണ്ടും ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻ വന്നാലും കറക്റ്റ് ലൈനിൽ കൂടെ കൊണ്ടുപോകും. അതാണ് ഇതിനകത്ത് കുറച്ച്. നമ്മൾ ഈ സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ കാറ് യൂറോ ക്യാപ്പും NCAP-ഉം 5 സ്റ്റാർ റേറ്റിംഗ് അച്ചീവ് ആയിട്ടുള്ള ഒരു കാർ തന്നെയാണ്. അപ്പോൾ
എന്തുകൊണ്ടും നമ്മൾ കണ്ണു അടച്ച് നമുക്ക് ഈ വണ്ടി എടുക്കാം. ഒരു ചൈന കാർ ആയതുകൊണ്ട് നമുക്ക് ചൈനീസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ നെഗറ്റീവ് ആവേണ്ട കാര്യമില്ല. കാരണം ഈവൻ ടെസ്ല ഉൾപ്പെടെ 5 സ്റ്റാർ റേറ്റിംഗ്, യൂറോ ക്യാപ്പ്, എൻകാം ഒക്കെ അത് അതേ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു കാർ തന്നെയാണെന്നാണ് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള കാറുമാണ്. കാണാനുള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഫ്രങ്ക് ആണ്. അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്കിനി. ഇതിൻ്റെ അകത്ത് ബാറ്ററി, അതുപോലെ തന്നെ ഇതിന് ഇവിടെ ഒരു ബോക്സ് പോലെ നമുക്ക് ഗ്ലോ ബോക്സ് പോലെ നമുക്ക് നമ്മൾ ടെസ്റ്റിലെ കണ്ട തൊട്ട് അതിന്റെ ഫ്രണ്ടിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, ചെറിയൊരു ബിലോങ്സ് വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇതിന്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററിയാണ്. ഒരു 100 kWh കൺസപ്ഷൻ തരുന്ന, അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് ഈ കാറിന് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ മോട്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള കാർ ആയതുകൊണ്ടും ഒരു 620 കിലോമീറ്റർ റേഞ്ച് നൽകുന്ന ഒരു കാറാണ്. ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 200 km ആണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതിന് 400 kW പീക്ക് പവർ നൽകുന്ന ഒരു വെഹിക്കിളും കൂടെയാണ്. റിയർ ട്രങ്കിന്റെ കാര്യങ്ങൾ നോക്കാം. റിയർ ട്രങ്കിലെ ബൂട്ടാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ട്രങ്ക് തന്നെയാണ് ഈ കാറിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് ഇതിന്റെ ബൂട്ട് ലിറ്റർ സ്പേസ് വരുന്നത്? നമുക്ക് ആദ്യം ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ കീക്കകത്ത് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ടോട്ടലി ഓപ്പൺ ആയി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ അതെ. ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നതെന്ന് വെച്ചാൽ 500 ട്രങ്ക് കപ്പാസിറ്റി 539 ലിറ്റർ ആണ്. അതുപോലെ തന്നെ 2000 ലിറ്റേഴ്സ് ഇത് ടോട്ടൽ, അതായത് ഈ ടോട്ടൽ മൊത്തത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് 620 കിലോമീറ്റർ റേഞ്ച് ആണ് ഇതിന്റെ ടോട്ടൽ വാഹനം കൊടുക്കുന്നത്. പിന്നെ 3.8 സെക്കൻഡ്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ്. ബൂട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് അടയ്ക്കാൻ പറ്റും. ഇവിടെ ഒരു 1 ടച്ച് കൊടുത്താൽ നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ഫീച്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഒരുവിധം കവറപ്പായി, അതായത് ഇന്റേണൽ കാര്യങ്ങൾ. ഡ്രൈവിംഗ് പ്ലഷർ എന്താണെന്ന് നോക്കാം. ഇതിന്റെ പവർ എന്താണെന്നും ഇത് എങ്ങനെയാണ് നമുക്ക് നമ്മൾ റോഡിൽ ഇതിന്റെ പ്രസൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോർമലി നമുക്ക് പുറത്തുള്ള ശബ്ദം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓ, കംപ്ലീറ്റ്ലി സ്പിൻ ഡ്രോപ്പ് സൈലൻസ് ഈ ക്യാബിനകത്ത്. അപ്പോൾ ഈ കാറിനകത്ത് ഒരു സേഫ്റ്റി ഫീച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞോട്ട്, ഈ നമ്മളെ പുറകിലിരിക്കുന്ന 3 വിദ്വാന്മാരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അത് ഇട്ടില്ലെങ്കിൽ ഇതിങ്ങനെ അലർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സേഫ്റ്റി കൂൾ ഫീച്ചർ ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളെ കാറ് പോകുന്ന കംഫർട്ട് മോഡിലാണ്. അപ്പോൾ കംഫർട്ട് മോഡിൽ പോകുമ്പോൾ തന്നെ നമ്മളെ കാറിൻ്റെ പുറകു വശത്ത് എന്തെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അതിങ്ങനെ അലേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് ഈ ഒരു ശബ്ദം ഇൻഡിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടാത്തതിനുള്ള ഇൻഡിക്കേഷൻ ആണ്. പിന്നെ 2 ദിവസമായിട്ട് നമ്മുടെ കയ്യിൽ കാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് നോക്കി. രണ്ടും എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ 200 മീൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നോക്കി. ആ ഒരു ഫീല് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അധികം വണ്ടി ചവിട്ടി സേഫ്റ്റിയുടെ ഒരു പ്രശ്നമുണ്ട് ഖത്തറിൽ, അങ്ങനെയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് നമുക്ക്, അതായത് നമുക്ക് നല്ല ഒരു സീറ്റിംഗ് കംഫോർട്ട് ഉണ്ട്. കാരണം വണ്ടി ഓടിക്കാനായിക്കോട്ടെ നല്ലൊരു. ടെസ്ലയാണോ അതോ ഈ വാഹനമാണോ ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ? പേഴ്സണലി എന്താ തോന്നുന്നത്? രണ്ടിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നമുക്ക് കമ്പാരിസൺ ചെയ്യുമ്പോൾ മീൻസ് പറയാൻ പറ്റില്ല. കാരണം ടെസ്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ടെസ്ല തന്നെയാണ് വലിയ ഒരു കാർ എന്ന് പറയുന്നത്. സീക്കർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇപ്പം 1-2-3 മാസമായി കാണും ഏകദേശം ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ബട്ട് അവർക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടി ഇപ്പം ഈ ഒരു റീസെന്റ് ടൈമിലാണ്. അപ്പോൾ ഇതിന് അതിൻ്റെതായിട്ടുള്ള കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. രണ്ടിൻ്റെതായിട്ടുള്ള ഓട്ടോണോമസ് ഡ്രൈവിംഗ്, ഓട്ടോ പൈലറ്റ് അതിനകത്തില്ല. കാരണം ഉണ്ടായിട്ടും ഖത്തറിൽ ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം മിനിസ്ട്രി അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത് ഉണ്ടായിട്ടും കാര്യമില്ല. അതൊരു ഡമ്മി ആയിട്ട് വെക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ ടെസ്ലയിൽ ഇല്ലാത്ത പല ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. അതെനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ഡ്രൈവിംഗ് കംഫോർട്ട് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല ഡ്രൈവിംഗ് ഫീലാണ്, സ്റ്റെബിലിറ്റി ഉണ്ട്. നല്ല ഒരു നമുക്ക് സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ തന്നെ നല്ല ഒരു ഹാർഡ്നെസ്സും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഞങ്ങളിപ്പോ മുഷേരിബിന്റെ അകത്തൂടെയുള്ള കുറച്ച് റോഡുകളിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ട്രാം ട്രാക്ക് ആണ്. ഈ ബിൽഡിംഗിന്റെ ഇടയിലൊക്കെ പോകുന്ന നല്ല രസമാണ് ഈ ബൈക്കുകൾ കാണാനും പോകാനൊക്കെ രസമാണ്. അപ്പോൾ എനിവേ നമ്മളുടെ വീഡിയോ എന്താണെങ്കിലും നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങള് മാക്സിമം നല്ല രീതിയിൽ ഡെലിവറി ചെയ്ത് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി നോക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സജഷൻ ആയിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എനിവേ ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.